ഞാൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരത്തിൽ ഞാൻ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, ഇതാ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ഇതാ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണയല്ല, ഒറിജിനൽ മണ്ണെണ്ണയാണ്. ഈ മണ്ണെണ്ണ ഇതാ ഈ പന്തങ്ങളാണ് ഞാൻ ശരീരത്തിൽ കൂടി നിങ്ങളുടെ മുന്നിൽ കുറിച്ചത്. ഇത് മാജിക്കോ കൺകെട്ടോ മെസ്മറിസോ ഹിപ്നോട്ടിസോ ഒന്നുമല്ല, 100% സാഹസ്യം നടന്നു ഒരു കലാപരിപാടി. ഇതാ പുതിയൊരു ജനറേഷനിലെ പുതിയൊരു കാലത്ത് ഇനി ഇങ്ങനെയുള്ളൊരു പരിപാടിയോ ഇങ്ങനെയുള്ള പ്രകടനങ്ങളോ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കാണാൻ കഴിയും. ഇതെല്ലാം അസ്തമിച്ചു പോയൊരു മേഖലയാണ്. എന്നാൽ ഇതുകൊണ്ട് ഇപ്പോഴും ചെറുപ്പം മുതൽ ഞാനും പറഞ്ഞു അതോണോ വെറുതെ ഞാനൊരു കമന്റ് അടിച്ചിരുന്നു. ഇപ്പൊ സങ്കടം തോന്നുന്നു. ഇത് എല്ലാ സ്ഥലത്തും ഞാൻ സഞ്ചരിച്ച് അവതരിപ്പിച്ച് എന്നെ ജീവിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. ആ പ്രോഗ്രാമിൽ കിടക്കുന്നു. ചിലപ്പോ യൂട്യൂബിലൊക്കെ വരും കേട്ടോ. ഒരു തീപ്പെട്ടികളുടെ ചൂട് സഹിക്കാനുള്ള കഴിവ് ഇതാ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയും. ഇതായി ഇതൊരു തീപ്പെട്ടികളുടെ ചൂട് സഹിക്കാനുള്ള കഴിവ് നമ്മളെ കൊണ്ട് കഴിയും. എന്നാൽ ഇതേപോലെ കത്തിച്ചൊരിക്കുന്ന ഈ പന്തങ്ങൾ ഞാൻ എങ്ങനെ ശരീരത്തിൽ ഓടിച്ചു നിൽക്കുമെന്ന്. ഇത് മാജിക്കോ കണ്ടിട്ടോ അല്ല, സാഹസ്യമായിട്ടുള്ള പരിപാടിയാണ്. ഇവിടെപ്പെട്ട എല്ലാവരും ഇവിടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആയിരത്തിൽ കിടക്കുന്നു. ഇതാ പ്രോഗ്രാം 10-15 ദിവസം എല്ലാവരും എൻ്റെ പരിപാടി വീക്ഷിക്കണം. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതാ പരിപാടി കിടക്കുന്നു. ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാ ചുട്ട് കിടക്കുകയാണ്. ഇതൊരു മ്യൂസിക് വെച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഈ കത്തിച്ചൊലിക്കുന്ന വട്ടങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഇത് മാജിക്കോ കണ്ടിട്ടോ അല്ല, സാഹസ്യമായിട്ടൊരു കലാപരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ ശരീരം പൊള്ളുന്നുണ്ട്, മുറിയുന്നുണ്ട്. നമ്മളെ കണക്കെടുക്കാതെ ഇങ്ങനെ ചെയ്തു വരും. ഇപ്പോഴാണ് അവർ ചെയ്യുമ്പോൾ എൻ്റെ ശരീരം പൊള്ളുന്നുണ്ട്, മുറിയുന്നുണ്ട്. നമ്മളത് മുറിവോ പൊള്ളലോ കണക്കെടുക്കാതെ തന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെ അവതരിപ്പിച്ച് ജീവിച്ചു ഒരാളാണ്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിനടുത്ത് ഒരു ഐറ്റംസ് ഞാൻ നിങ്ങളുടെ ഒരു കാശ് വയ്ക്കാം. ഇതായിരിക്കുന്ന വെള്ളം 1.5 ഗ്ലാസ് വെള്ളം. ഈ 1.5 ഗ്ലാസ് വെള്ളം എൻ്റെ ശിരസിൽ വെച്ചുകൊണ്ടാണ് തിളപ്പിച്ചത്. ഇത് ചെയ്യുമ്പോൾ എൻ്റെ ശിരസിലേക്ക് ഇതിൻ്റെ ചൂട് വലിക്കുന്നുണ്ട്. നമ്മൾ കണക്കിലെത്താതെ തന്നെ ചെയ്തു വരുന്നു. ഈ തിരികയുടെ സഹായത്താലാണ് ഇതായി പരിപാടി അവതരിപ്പിക്കുന്നത്. ഈ ബാലൻസ് മണ്ണെണ്ണ ഈ തിരികൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതായി പരിപാടി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ ശിരസിലേക്ക് ഇതിൻ്റെ ചൂട് വലിക്കും. നമ്മൾ കണക്കിലെടുക്കാതെ തന്നെ ആ പരിപാടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഇതാ കേരളത്തിൻ്റെ 14 ജില്ലയിൽ ഈ പരിപാടികൾ സൈക്കിളിൽ സഞ്ചരിച്ച് അവതരിപ്പിച്ച് വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ സൈക്കിൾ ആക്സിഡൻ്റ് ആയത് കൊയിലാണ്ടിയിൽ
വിഷാരിക്കാതെ ഉത്സവത്തിന് പഠിച്ചിട്ട് ആൾ അങ്ങനെ ഒരു പഴയ റാലി സൈക്കിളാണ്. ആ സൈക്കിൾ നഷ്ടപ്പെട്ട ശേഷമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലക്ഷങ്ങൾക്കല്ല, നിങ്ങളെല്ലാവരും ചേരുമ്പോൾ എൻ്റെ നിങ്ങളെല്ലാവരും ചേരുമ്പോൾ ജീവിതങ്ങൾ നടന്നു വരും. അത്രയേ ഉള്ളൂ. ഞാൻ ഇത് അടുത്ത പരിപാടി. ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിവിയുടെ സഹായത്താൽ എല്ലാവരും കണ്ടങ്ങ് പോയാൽ കൂടെ ഇതായിരിക്കുന്ന വെള്ളം 1.5 ഗ്ലാസ് വെള്ളമാണ്. ഈ വെള്ളമാണ് ഞാൻ തിളപ്പിച്ചത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശിരസിലേക്ക് ഇതിൻ്റെ ചൂട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. നമ്മൾ കണക്കെടുക്കാതെ തന്നെയാണ് ചെയ്തു വരുന്നത്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ ഈ പരിപാടി? ഇത് പഴയകാല ഒരു പരിപാടിയാണ്. ഇനി ഒരു തലമുറയിൽ ഇനി നമ്മൾ കണ്ടാലും ഇത് മൊബൈലിലല്ലാതെ നേരിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിയില്ല. അതാണ് അതിനകത്തുള്ളൊരു വ്യത്യാസം. ഇതാ ഈ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ചത്. പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതാ പ്രോഗ്രാം ഇവിടെ കാഴ്ച പ്രിയപ്പെട്ടവരെ, ഇതാ ഈ വെള്ളം 1.5 ഗ്ലാസ്സാണ് ഈ വെള്ളം. ഇതാ ഈ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഹീറ്റും എൻ്റെ ശിരസിലേക്ക് വരും. ഞാൻ പിന്നെ ഇത് വർഷങ്ങളായിട്ട് ചെയ്തുള്ള ശീലം കൊണ്ട് ഇപ്പോഴും ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്, ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതാണ്. അത് നോക്കിയാൽ ഇതിനകത്ത് ജീവിതത്തിൽ നടക്കത്ത് വരും. അതൊരു വശം അങ്ങനെ കിടക്കുന്നതാണ്. എന്നാലും ഒരാളെ കൊള്ളയടിക്കാതെ, പ്രിയപ്പെട്ടവരെ, ഒരാളെ കൊലപാതകം നടത്താനും കൊള്ളയടിക്കാനും കളവിനും പിടിച്ചു പറിക്കാൻ നിൽക്കാതെ സ്വന്തം ശരീരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പരിപാടികൾ മാത്രമാണ് ഇന്ന് വരെ ഇവിടെ ഞാൻ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. ഞാൻ 5 വർഷമായി ഇവിടെ വന്ന് ചെയ്യുന്ന ഒരു പരിപാടി നൽകി ആദ്യമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലാതെ ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയോ പ്രകടനങ്ങളോ അല്ല. ഇത് ഈ വെള്ളം ഇപ്പോൾ നമുക്ക് ചൂടായിക്കൊണ്ടിരിക്കുക. ഇത് ഈ ചൂടാകുന്ന വെള്ളത്തിലേക്ക് ഒരു ലേശം ചായപ്പൊടി ഇട്ടാൽ നമുക്കിത് ഒറിജിനൽ കട്ടൻ ചായ ആക്കി എടുക്കുന്നതാണ് ഇപ്പോൾ. നിങ്ങൾ ലേശം പൊടി ഇട്ടാൽ ഒറിജിനൽ കട്ടൻ ചായ ആക്കി എടുക്കാം. പഞ്ചസാര ഇട്ടാൽ നമുക്കത് കുടിക്കാനും ചെയ്യാം. നമ്മുടെ ഈ പരിപാടിയിൽ ഇതാ ഒറിജിനൽ കലവോ കാര്യങ്ങളോ അല്ലാത്തതുകൊണ്ട് ഒറിജിനൽ കലത്തിലാണ് പിന്നിനകത്ത് ഈ പരിപാടി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ഞാൻ വെറുതെ തിളപ്പിച്ച് ശിരസിൽ താഴെ ഇറക്കി നമ്മുടെ പ്രോഗ്രാം ചെയ്യുകയാണ്. ഇത് വലിയൊരു പരിപാടിയോ പ്രകടനമായിട്ടൊന്നും വിലയിരുത്തണ്ട. നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് മാത്രം ജീവിതം കൂടെ ഏൽക്കുന്ന ഒരു കലാകാരനാണ് ഞാൻ. നമുക്ക് സർക്കാരിനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളുള്ള ഒരാളുമല്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സഹകരണം അതിനേക്കാൾ വലുതാണ്. ഇത് പ്രിയപ്പെട്ട നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ പ്രോഗ്രാം ഫിനിഷിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്. ഇതാ ഈ വെള്ളം ഇപ്പൊ നമുക്ക് ചൂടായി ഈ വെള്ളം ഞാൻ ശിരസിന് താഴെ ഇറക്കുവാണ്. എല്ലാരും കൊടുക്കുന്നൊക്കെ ചില്ലറ കഴിച്ചിരാട്ടെ ആളും ജീവിക്കട്ടെ. എല്ലാരും കൊടുക്കുക 10, 20, 50 ഒക്കെ കൊടുക്കുക. 50, 100 കൊടുക്കാനുള്ള കൊടുത്തോട്ടെ. സത്യത്തിൽ ഇത്ര ആളുണ്ടാവും. വെള്ളം ശിരസിൽ വെച്ചിട്ട് വെള്ളം ഇതാ ശിരസിന് താഴെ ഇറക്കിക്കൊണ്ട് പറയാൻ പറ്റൂല. ഒറ്റ ചെയ്യാതിരിക്കാനോ കഴിയില്ല. ഇതെല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ 14 ജില്ലയിൽ ഇങ്ങനെ സഞ്ചരിച്ചിട്ട് അവതരിപ്പിച്ച് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ്.
പ്രിയപ്പെട്ട എല്ലാവരും എന്നോട് സഹകരിച്ച് എല്ലാവരും തമ്പുരാൻ നല്ല റിമോട്ട് ജീവിതത്തിൽ തരട്ടെ. എല്ലാവരും നല്ല തമ്പുരാൻ കാരണം നമുക്ക് സൈക്കിൾ ബാലൻസ് സർവീസ് കലാരംഗം എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷനിലുണ്ടായിരുന്നൊരു ഏറ്റവും വലിയൊരു മേഖലയാണ്. അതൊരു സിനിമ ഒരു തിയേറ്ററിൽ വന്നാൽ പോലും അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ആ സ്റ്റേജിന് മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് ഞാനൊക്കെ വീശുന്നത്. നമുക്ക് ആ കാലഘട്ടങ്ങൾ മാറിയിട്ട് അവശേഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി ഞാനും കൂടി തട്ടിപ്പോയാൽ ഇനി ആരും ഇങ്ങനെ വരിക. കാരണം ആ കാലങ്ങളെല്ലാം മാറിപ്പോയി. ഇനിയിപ്പോൾ എല്ലാം നമ്മുടെ മൊബൈലിൽ ഇൻ്റർനെറ്റിൽ മാത്രമുള്ള ജീവിതക്കാരായിട്ട് മാറി. എന്നാൽ ഇങ്ങനെ ജീവിച്ചു വന്നവരോട് നീ വേറെ എന്തെങ്കിലും പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതൊക്കെ സാധിക്കുകയില്ല. കാരണം നമ്മളെ കോഴിക്കോട് KSRTCൻ്റെ മുമ്പിൽ കൈരളി ശ്രീൻ്റെ മുമ്പിൽ ഒരു പാവപ്പെട്ട ഒരാൾ കാണിച്ച അഭ്യാസങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഞാനിവിടെ കോഴിക്കോട് ഓട്ടോയിൽ ഡ്യൂട്ടി എടുക്കുന്ന സമയത്താണ് ഈ പ്രകടനം ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ പ്രകടനം ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് തന്നതാണ്. ഓക്കെ, എല്ലാവരും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ ലൈക്ക് കൊടുക്കുക. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.